ചേട്ടത്തി ചേട്ടത്തി ആ ഇതാര്? മേരിയോ? ഓ എന്നാ പണിയാ ഇത്? എന്താ മേരിക്കുഞ്ഞെ ഈ വഴിക്കൊക്കെ? ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ ചേട്ടത്തിക്ക് അറിയാലോ. ഞാനും കരുതി അല്ലാതെ നീ വഴിയൊന്നും വരില്ലല്ലോ. പറയ് എന്താണ് വിശേഷങ്ങളൊക്കെ? നമ്മുടെ ആ കരോട്ടപ്പുറത്ത് ആ ജോസ് ഇല്ലേ? ഓ അത് തന്നെ. അവന്റെ മോളെ അവിടെ വീട്ടുപണിക്ക് വന്നു കഴിഞ്ഞാൽ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയതേ. അയ്യേ, ഓ ഇതിപ്പോ ആകെ നാണക്കേടായാലൊടി പെണ്ണേ. അയ്യ, നാണക്കേടായത് മാത്രല്ല, ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? വീട്ടിനകത്ത് തന്നെ ഇരിപ്പെന്നാ കേട്ടെ. ജോസിന്റെ ഒക്കെ ജാട. അവൻ ആ പള്ളി കമ്മിറ്റിയിലൊക്കെ വന്നിരിക്കുമ്പോ അവന്റെ കാലുമ കാലേറ്റി വെച്ചൊരു ഇരുത്തൊന്നും എനിക്ക് അങ്ങോട്ട് തീരെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മോളോടി പോയപ്പോ ഇനിയിപ്പൊ അവന്റെ ജാടയൊക്കെ അങ്ങ് കുറഞ്ഞു കാണും അല്ലെ? പിന്നെ നമ്മുടെ ആ തോറ്റ MLA ഉണ്ടല്ലോ. ഏത്? ആ ചക്കത്താമരയോ? അത് തന്നെ. പുള്ളിക്കാരത്തി എന്താ ചെയ്തെന്ന് വെച്ചാ, ആ വീടിന്റെ മുമ്പിൽ ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നേ, നിറച്ചു ചക്കിയാ. ഈ തോറ്റ ഈ ഒരു മാനസികാവസ്ഥയിൽ ആ പ്ലാവ് അങ്ങ് വെട്ടിക്കളഞ്ഞു. ആടെ കിടക്കുന്നത്. ഇവിടെ വന്ന് വോട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു MLA എന്നൊന്ന് വിളിച്ചു. അപ്പ എന്നോട് ചോദിക്കാം MLA എന്നോ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒക്കെ MLA ആ എന്ന് പറഞ്ഞു. അയ്യോ, അത് ചേട്ടത്തിയാണോ പറഞ്ഞേ? അത് ശരി. ഇതിപ്പോ മറ്റേ ചാനലുകാര് വരുമ്പോഴേ ആരോ പറഞ്ഞു എന്ന് നമ്മള് കേൾക്കുന്നുള്ളൂ. ചേട്ടത്തെ പറഞ്ഞത് അതറിയത്തില്ലായിരുന്നു. ഭയങ്കര ഫേമസ് ആയി പോയില്ലേ. വേറൊരു കാര്യമുണ്ട്. ഇക്കാര്യം തൽക്കാലം മോളിക്കുട്ടിയും അറിയണ്ട. നമ്മുടെ അപ്പുറത്തെ രാധയില്ലേ, അവരുടെ മോള് പുതിയ കാറ് മേടിച്ചെന്നേ. ഓ, കാറൊക്കെ മേടിച്ചോ? ഓ, എനിക്കറിയാൻ പാടില്ല. പിന്നെ ആ പെണ്ണ് അവള് പഠിക്കാൻ ഭയങ്കര മിടുക്കത്തിയാ. അവള് ഓസ്ട്രേലിയയിൽ അങ്ങ് നേഴ്സാണല്ലോ. ഇവര് ഈ ലോണൊക്കെ എടുത്ത് അന്ന് ആ കൊച്ചിനെ നേരെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റി വിട്ടു. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോവാണല്ലോ. എനിക്ക് ഈ ആൾക്കാര് രക്ഷപ്പെടുന്നു എന്ന് കേൾക്കുമ്പോ തന്നെ നെഞ്ചിന്റെ അവിടെ ഒരു വേദന, ഒരു വല്ലാത്ത വിഷമം. അപ്പൊ വീട് എന്തായാലും വെക്കാനുള്ള സ്ഥലം നിങ്ങളന്ന് കൊടുത്തല്ലോ. ഇനിയിപ്പോ ഈ കാറൊന്ന് വീട്ടിലേക്ക് കയറ്റാനായിട്ടുള്ള വകുപ്പില്ലെന്നേ. ആ റോഡിന് നിങ്ങൾ കൊടുത്ത ആ വഴിക്ക് വീതി ഇല്ലല്ലോ. അതിനിപ്പോ ഒരു 4-5 അടി എങ്ങാണ്ട് അവർക്ക് ഇച്ചിരി വേണം ആ കാറൊന്ന് അകത്ത് കയറ്റണ്ടേ. അതുവരെ ഈ റോഡിലെങ്ങാണ്ടാണ് ആ കാർ ഇട്ടേക്കുന്നേ. അപ്പൊ ആ സ്ഥലം ചേട്ടത്തി കൊടുത്താൽ മാത്രമാണ് രാധയുടെ മോളുടെ കാറ് വീട്ടിൽ കയറുള്ളൂ. പിന്നെ ഇപ്പൊ കൊടുക്കും, നോക്കിയിരുന്നാ മതി. അങ്ങനെ മറിയാമ്മയുടെ സ്ഥലം കൊടുത്തിട്ട് അവരവിടേക്ക് കാറ് കയറ്റണ്ട. അതന്നെയാ ചേട്ടത്തി എനിക്കും പറയാനുള്ളത്. ചേട്ടത്തി ഒരു കാരണവശാലും അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവക്ക് ഇപ്പൊ തന്നെ അവള് നിലത്തൊന്നുമല്ല. ആ കുടുംബശ്രീയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവളുടെ പത്രാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആൾക്കാർക്ക് മാറാൻ പറ്റുമോ? ഓ, നമുക്കുണ്ട് കുറെ പിള്ളേര് ചുമ്മാ തെണ്ടി തിരിഞ്ഞ് കനാലിൽ വരുന്ന്. ഓ, ആ പെങ്കൊച്ചങ്ങ് കയറി രക്ഷപ്പെട്ടെന്നേ. പത്രാസും ബംഗ്ലാവും ഒക്കെ. ഒന്നാമത് അന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം ഞാനങ്ങ് കൊടുത്തേ ഉള്ളൂ. എന്നാ ഇപ്പൊ എനിക്ക് അങ്ങനെ കാശിന് അത്യാവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സത്യക്രിസ്ത്യാനികൾ ഇവിടെ കിടക്കണോടത്ത് വേറെ ആൾക്കാർ വന്ന് അങ്ങനെ കളിക്കാനും അറിയാമൊക്കെ തീരെ താല്പര്യം. നമ്മൾ ഈ സത്യക്രിസ്ത്യാനികൾ കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഈ അന്യ ആൾക്കാരൊന്നും വന്ന് കിടന്ന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവല്ലേ. ഇവരാ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ലല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വഴി കൊടുത്ത് അവരാ മുറ്റത്ത് കാറ് കയറ്റിയിട്ടുണ്ട്. അമ്മച്ചേ, ഇതോ നാടേ പോർക്ക് ഒലത്തിയിട്ടുണ്ട്, വന്ന് ചോറുണ്ടേ. ഞാൻ വരും. സമയം എന്താന്ന് വിചാരിച്ചിട്ടാ. ടൈനി വന്നപ്പോഴേ അങ്കമാലിനെ കുറച്ച് പോർക്ക് കൊണ്ടുവന്നിരുന്നു. വരട്ടിയ പോർക്കെന്ന് പറഞ്ഞ ആഹാ, എന്താ പോർക്കാന്നറിയോ? വല്ല വൈപ്പുണ്ണിയാ. ഞാൻ ഇച്ചിരി ചോറിനിട്ട് വന്നേക്കാം, നീ പൊക്കോ വിട്ടോ. ഞാൻ പറയാം നിന്റെ അടുത്ത്. പാരട്ട തള്ള. പോർക്കൊക്കെ വരട്ടി വെച്ചപ്പോ ഒന്ന് ചോദിച്ചുകൂടെ, വേണോ വേണ്ടോന്ന്? ബാക്കിയുള്ളവനായിട്ട് എന്തെങ്കിലും വായിക്ക് രുചിയുള്ളത് കിട്ടുമെന്ന് വിചാരിക്കുമ്പത്തേന്. മേരി ചേച്ചി, ഒന്നവിടെ നിന്നേ. ഇതാര? മോളിക്കുട്ടിയോ? ഞാൻ മേരി ചേച്ചിനെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. മോളിക്കുട്ടി, വിശേഷങ്ങളൊക്കെ? എനിക്കിപ്പോ എന്നാ വിശേഷോ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. വിശേഷമൊക്കെ മേരി ചേച്ചിക്കല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കർത്താവിന്റെ അമ്മയുടെ പേരും വെച്ചിട്ട് യൂദാസിന്റെ അമ്മയുടെ സ്വഭാവം ഇവിടെ കിടന്ന് ഇറക്കരുത്. മോളിക്കുട്ടി, നീ ഇത് എന്തോന്നൊക്കെയാ ഈ പറയുന്നേ? നിങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. ഈ നാട് നിങ്ങളെ എല്ലാ വീട്ടിലും കയറി കിടന്ന് അവിടെ കിടന്ന സകല കാര്യങ്ങളും വന്ന് ഈ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ് കുത്തിത്തിരിപ്പും പരദൂഷണവും ഒക്കെ പറയുന്നത് നിങ്ങളുടെ പരിപാടി.
എനിക്കത് അറിയില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നു കൊച്ചെ, ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയല്ലേ. ഞാൻ ഇങ്ങനെ ആരുടെയും കുടുംബം ഒന്നും കലക്കാൻ വേണ്ടി നടക്കുന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വർത്താനം പറയണമൊക്കെ ഞാൻ കേട്ടു. ആ രാധ ചേച്ചിക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്തിനാണ് അവരോട് ഇത്ര ദേഷ്യം? അവരെങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ. തോന്നിവാസം കാണിച്ചിട്ടൊന്നല്ലല്ലോ. ആ കൊച്ചു പഠിച്ച നേഴ്സായിട്ട് ഓസ്ട്രേലിയയിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടല്ലേ അവര് കാറ് മേടിച്ചേ. അവരുടെ വീട്ടിലേക്ക് അതൊന്ന് കയറ്റാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് എത്ര പ്രാവശ്യം വന്ന് പറഞ്ഞെന്നറിയോ? ഈ അമ്മച്ചിനെ ഞാൻ എങ്ങനെയും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ കുത്തിരിപ്പായിട്ട് ചേച്ചി വന്നേക്കുന്നത്. ഈ മേരിനെ കുറിച്ച് ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ഒരു പരാതി എവിടെയും പറഞ്ഞിട്ടില്ല. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുത്തിത്തിരിപ്പിണാക്കിയിട്ട് ഇവിടെ വന്ന് കുണുകുണെന്ന് പറയാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വീട്ടിലേക്ക് അങ്ങ് വരും. സണ്ണിക്കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അമ്മേനെ ഇങ്ങനെ അയച്ചു വിട്ടേക്കാണെന്ന് ഞാൻ ചെന്ന് ചോദിക്കും. പൊന്നു കൊച്ച ചതിക്കല്ലേ. ആ സണ്ണിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കൂല. അവൻ കാണാതെയാണ് ഞാൻ ഇങ്ങനെ ഒളിച്ചും പാത്തും ഓരോ വീട്ടിൽ കൂടെ ഇങ്ങനെ നടക്കണേ. ശരി, ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ചെയ്, ഇങ്ങോട്ടേക്ക് വരണ്ട. അമ്മച്ചിയുടെ അടുത്ത് വരുന്നില്ല. ഞാൻ ബാക്കിയുള്ള വീടുകളിലൊക്കെ അങ്ങ് പൊക്കോളാം. ഞങ്ങളുടെ സമാധാനം കളഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട. വേറെ ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നോ. നമുക്ക് ഇവിടുത്തെ ആരുടെയും കുറ്റവും കേൾക്കണ്ട, കുറവും കേൾക്കണ്ട. മനസ്സിലായോ? അമ്മച്ചിയുടെ അടുത്ത് ഒരു കുറ്റവും പറഞ്ഞ് ഞാൻ വരില്ല. ദയവേത് നീ സണ്ണിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. എന്നാ വിട്ടോ വിട്ടോ, ഞാൻ നിങ്ങടെ വരുന്നേ ഇല്ല. പോയേക്കാണേ. അമ്മച്ചിയുടെ മോൻ കഴിക്കുക കേട്ടോ. കഴിക്ക്. ഇനി എന്തെങ്കിലും വേണോ? കോഴി വേണോ? താറാവ് വേണോ? ചേട്ടത്തി, പട്ടീനെ പൂട്ടിയേക്കുവാണോ? നേരാതെ ഈ വഴിക്കൊക്കെ ഞാൻ ചുമ്മാ വന്നതാ. മോളിക്കുട്ടി ഇല്ല ഇവിടെ? മോളിക്കുട്ടി ഇവിടെ ഇല്ലെന്നേ. അവള് ടൗണ് വരെ പോയേക്കുവാണ്. കുറച്ച് സാധനങ്ങൾ എന്തോ മേടിക്കാനുണ്ട്. ടൗണിൽ പോയല്ലേ. എന്താ വന്നതിന്റെ വിശേഷം എന്താ? മോള് വന്നിട്ടുണ്ട് ഓസ്ട്രേലിയന്ന്. കുറച്ച് ദിവസം ഇവിടെ ഒക്കെ കാണും. ഞാൻ കണ്ടിരുന്നു. ഞാൻ ഒരു മിന്നാൻ പോലെ കണ്ടിരുന്നു. അല്ല, ഞാൻ വന്നതേ അവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു കാറ് മേടിക്കാന്ന് പറഞ്ഞാല്. കാറ് മേടിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടല്ലേ ഒക്കെ ഇവിടെ. അവളെ നഴ്സിങ്ങിന് പഠിപ്പിച്ച് ഓസ്ട്രേലിയയിൽ പോയിക്കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു. വീടൊക്കെ വെച്ച് ഇപ്പൊ കാറൊക്കെ മേടിച്ചു. ഇനിയിപ്പോ അവളുടെ കല്യാണം കൂടി ഒന്ന് നടത്തണം എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഈ മക്കളായിട്ട് കുടുംബം രക്ഷപ്പെടുത്തി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. രക്ഷപ്പെടട്ടെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ട് വരട്ടെ. നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. കാറ് മേടിച്ചിട്ടേ നമുക്ക് ഇവിടെ റോഡിൽ ഇടേണ്ട അവസ്ഥയാണേ. വീട്ടിലോട്ട് കയറാനില്ല. അതെന്നാ പറ്റി? കാറിനെ വീട്ടിലോട്ട് വരാൻ ഇഷ്ടമല്ലേ? അയ്യോ അതല്ല, നമുക്ക് മറിയാം ചേട്ടത്തിക്ക് അറിയാലോ. ചേട്ടത്തി തന്ന സ്ഥലത്താണ് നമ്മളിപ്പോ വീട് വെച്ചേക്കുന്നത്. അപ്പൊ വഴി കുറച്ച് കുറവാണ്, വീതി. ഒരു 3-4 അടി കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ കാറൊന്ന് വീട്ടിലോട്ട് കയറ്റിയിടായിരുന്നു. അപ്പോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കൂടി തരുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഞാന്. അതെ, ഞാനിപ്പോ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാ, നമ്മൾ അന്ന് നിങ്ങൾക്ക് ആ വീട് പണിയാനുള്ള സ്ഥലം തന്നപ്പോഴേ നമുക്ക് പൈസക്കൊക്കെ ഒരു ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ആ ഒരു വിലക്ക് ആ വീട് അങ്ങ് വീട് പണിയാനുള്ള സ്ഥലം അങ്ങ് തന്നേ. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ഒരു 4 അടി അതിൽ തരാന്ന് പറഞ്ഞാല് പൈസ ഇപ്പൊ എത്ര വേണമെങ്കിലും തരാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അയ്യോടാ, മറിയാമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ പൈസക്കൊന്നും വലിയ ആവശ്യമൊന്നും ഇല്ലെന്നേ. അതൊക്കെ അറിയില്ലേ, എന്റെ മൂത്ത പൈസയാ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. മറിയാമ്മ ചേട്ടത്തിൽ പൈസ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ. വഴി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആ വഴിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അത് ആരോടും ഇതുവരെ അങ്ങ് പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം? ആ സ്വത്തുക്കളും മറ്റേ അപ്പുറത്തെ ആ പറമ്പും ആ റബ്ബറും തോട്ടം കിടക്കുന്ന അവിടെ നിങ്ങളുടെ അവിടുത്തെ പറമ്പും ഒക്കെ എന്ന് പറഞ്ഞാല് ഇവരുടെ അപ്പച്ചനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇപ്പൊ അപ്പച്ചന്റെ കാലശേഷം അതെല്ലാം എന്റെ പേരിലാണ്. അപ്പൊ എന്റെ കാലശേഷം അതൊക്കെ എന്റെ 2 മക്കൾക്കും അങ്ങ് വീതിച്ചു കൊടുക്കാം. അവര് കിട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇവർക്ക് എന്റെ കാലശേഷം അത് കിട്ടിയിട്ട് കാര്യമില്ലെന്നാണ് ഇവര് പറയുന്നത്. ഇവർക്ക് ഇപ്പൊ അമ്മച്ചി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇതൊക്കെ അങ്ങ് വീതം വെച്ച് കിട്ടണം. അങ്ങനെ അമ്മച്ചീനെ ഒരു സൈഡിലിരുത്തിട്ട് ഇവരങ്ങനെ നന്നാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് ഇച്ചിരി പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഈ വസ്തു ഒക്കെ കൊണ്ടുവന്ന് ഞാൻ ബാങ്ക് ലോക്കറിലാണ് എന്റെ ആധാരമൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ രാധയ്ക്ക് ഞാനിപ്പോ അതിന്ന് ഇച്ചിരി ഒരു 4 അടിയോ മറ്റോ അങ്ങ് തരാന്ന് വിചാരിക്കാം. അപ്പൊ വിചാരിക്കുമ്പോ ഞാൻ ഈ വസ്തുവൊക്കെ ബാങ്കിൽ നിന്ന് എടുക്കണ്ടേ? ആധാരമൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. വേണം. അപ്പൊ ഞാനത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന ഇവന്മാരാരാ വയസ്സ് അപ്പന്റെ കൂടിയ ബുദ്ധിയാണ് ആ ചെറുക്കൻ ഇളയവനൊക്കെ. അവനൊക്കെ കൂടി ഇതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലെന്ന് ആര് കണ്ടു? അപ്പൊ ഇതൊക്കെ നോക്കിയും കണ്ടും വേണ്ടേ നമ്മൾ ചെയ്യാന്. നമ്മൾ ഇച്ചിരി ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ.
അപ്പൊ അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റൂല. എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് വഴി തന്നേനും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ചേട്ടത്തി പറഞ്ഞത് കേട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടാമെന്ന് തോന്നല് വേണ്ട കേട്ടോ. ഈ മക്കൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ നമ്മള് കാരണവന്മാരുടെ എന്തെങ്കിലും ചില്ലറ ഉണ്ടെങ്കിൽ ആ പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. എന്റെ മക്കൾക്ക് ഞാൻ അങ്ങനെ സ്വത്തൊന്നും വീഴ്ച കൊടുത്താൽ അവരങ്ങ് നന്നാവൊന്നും വേണ്ട. എനിക്കൊന്നും ഒരു ആവശ്യമില്ല. ഇനി ഞാൻ ചത്ത് വെണ്ണീറായിട്ട് അവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, അതിനിപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ചേട്ടത്തി ഈ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആ വഴി ഒന്ന് കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ. വഴി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനോ, അത് അവിടുന്ന് എടുക്കാൻ പറ്റൂല എന്റെ കഥ. പിന്നെ രാധയ്ക്ക് വേണമെങ്കിൽ കാർ ഇവിടെ ഇവിടെ റോട്ടിലിടാലോ. പുതിയൊരു വണ്ടി മേടിച്ചിട്ടേ റോട്ടിലിടേണ്ട ഗതികേടെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. റോഡിന്റെ സൈഡിലോട്ട് ഇതിങ്ങനെ ഒതുക്കിയിട്ടേനാ ആ വണ്ടി അവിടെ കിടന്നോളൂ. എന്റെ ചേട്ടത്തി എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആ വഴി ഒന്ന് തായോ. അത്രയ്ക്ക് നിർബന്ധമാണ്. എന്നിട്ട് 4 അടി ഞങ്ങളുടെ പറമ്പിൽ നിന്ന് വേണമെന്ന് തന്നെ കൂട്ടിക്കോ. ഇനിയിപ്പോ ഞാൻ എന്റെ മരണ ശേഷമൊക്കെ എന്റെ മക്കൾക്ക് ഞാൻ എന്തായാലും കൊടുക്കും. അപ്പൊ അവരുടെ എഴുതി മേടിച്ചു. അല്ലാതെ ഇപ്പോ എന്റെ അടുത്ത് ഈ ഒരു കേസ് പറഞ്ഞു വന്നിട്ടൊന്നും ഒരു കാര്യം. അമ്മ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാ ചേട്ടത്തി സമ്മതിക്കുമെന്നും പറഞ്ഞ മോള് വിട്ടെ. അവളോട് ഞാൻ ഇനി എന്താ പറയുന്നേ? ആകെ സങ്കടാവൂലോ. നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നു. അതെ ഇപ്പൊ പതുക്കെ അങ്ങ് നടന്നു കഴിഞ്ഞാ വീട്ടിലെത്താൻ കേട്ടോ. വേറെ ഒന്നും ഇല്ലല്ലോ പറയാന്. ശരി ചേട്ടത്തി, തീരുമാനത്തിൽ ഇതിൽ മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ ആവട്ടെ. ചെടിയൊക്കെ നനയ്ക്കട്ടെ. മഴയ്ക്ക് മുമ്പേ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കണം. അങ്ങനെ മഴ പെയ്തെന്റെ ചെടി നനയണ്ട, ഞാൻ നനഞ്ഞാ മതി. പിന്നെ മറിയാമ്മ ഇപ്പൊ സ്ഥലം കൊടുത്ത് അവളുടെ മോള് കാറ് മേടിച്ചത് തന്നെ. അയ്യോ എന്ത് സാധനം? അയ്യോ ആരെയും ഓടി വരണേ. രാധേ രാധേ ഒന്ന് ഓടി വാടി, എന്റെ കാലയില് പാമ്പ് കടിച്ചടി. എടുത്തേ എന്നെ പറ്റി പാമ്പ് കടിച്ചടി. എന്റെ ദൈവമേ, എനിക്ക് തലറങ്ങുന്ന പോലെ തോന്നുവാണ്. എന്നെ പറ്റിയാണേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ. അയ്യോ ദേ പോന്ന് പാമ്പ്, ദേ പോന്ന്. തലറങ്ങുന്ന പോലെ തോന്നാടി. രാധേ ഒന്ന് വാടി. മോളെ നീതോ ഇടി ആ വണ്ടി ഇങ്ങ് എടുത്തേ. ദേ ചേട്ടത്തിന്റെ പാമ്പ് കടിച്ചു. ഒന്നുമില്ല ചേട്ടത്തി, ഒന്നുമില്ല. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ആശുപത്രിയില്. ചേട്ടത്തി വാ. എന്റെ മോളിക്കുട്ടി, ഇത്ര നീളമുള്ള പാമ്പ്. എനിക്കത് ആലോചിക്കുമ്പോ ഇപ്പോഴും പേടിയാവാ. അമ്മച്ചി തലനാടി വെക്കാടി രക്ഷപ്പെട്ടത്. അമ്മച്ചി രക്ഷപ്പെട്ടതെന്നല്ല, രക്ഷപ്പെടുത്തിയതെന്ന് വേണ്ട പറയാനായിട്ട്. ആ രാധ ചേച്ചിനെ മോളെ അമ്മച്ചി എന്തോരം കുറ്റപ്പെടുത്തി. ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോ അവര് മാത്രല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവരാരെയും വിളിച്ചിട്ട് ആരെങ്കിലും ഓടി വന്നോ? നീ പറഞ്ഞത് ശരിയാ. ആ സമയത്ത് ഒരാളും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ രാധ കൃത്യസമയത്ത് ആ മോളെ വിളിച്ച് ആ കൊച്ചു 100 എന്നെ പറപ്പിച്ചുകൊണ്ടിട്ടാ ഞാൻ എന്നെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അമ്മച്ചിയെ കാട്ടിക്കുട്ടിയതൊക്കെ എന്താന്ന് അമ്മച്ചിക്ക് വലിയ ധാരണയുണ്ടോ? ഈ അയൽവക്കക്കാരെ മൊത്തം വെറുപ്പിച്ച് ആളുകളുടെ ഒക്കെ കുറ്റവും കുറവും പറഞ്ഞ് എല്ലാവരും ഉപദ്രവിക്കാനല്ലേ അമ്മച്ചി നോക്കിയിട്ടുള്ളൂ. എന്തിന്? മക്കൾക്ക് വരെ എന്തെങ്കിലും ഉപകാരം അമ്മച്ചിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെയൊക്കെ? അമ്മച്ചിയുടെ തെറ്റിപ്പെടാൻ മനസ്സിലായത്. അമ്മച്ചി എല്ലാവരോടും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആ മേരിയുടെ ഒക്കെ വാക്കിയിട്ട് അയൽവക്കക്കാരെ മൊത്തം ശത്രുക്കളാക്കി. നിങ്ങളോടൊക്കെ ചെയ്തതിന് ദൈവം പൊറുക്കൂടി എന്നോട്. പിന്നെ നാഴികക്ക് 40 വട്ടം അമ്മച്ചി ഈ ജാതി മതമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. ജാതിയും മതത്തിലൊന്നും ഒരു കാര്യമില്ല അമ്മച്ചി. ഒരു പ്രശ്നം വരുമ്പോ ഈ പറഞ്ഞ പോലെ ബന്ധുക്കാരും ഒത്തിരി കൂടെ നിൽക്കുന്ന ആൾക്കാരും ഒന്നും അല്ല നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവക്കക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് ജീവിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഈ വയസ്സാം കാലത്ത് അമ്മച്ചിക്ക് ഈ വാശിയുടെയും ദേഷ്യത്തിന്റെ ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ബന്ധുക്കാരും കൂടെ ഉള്ളവരും ചിരിച്ചു കാണിക്കുമ്പോ അവരൊക്കെ കൂട്ടിനുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ആവശ്യം പറഞ്ഞപ്പോ മോളിക്കുട്ടി പറഞ്ഞ പോലെ ഈ അയൽവക്കക്കാര് മാത്രം അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. എന്നെ തന്നെ എന്തോരം ബുദ്ധിമുട്ടിരിക്കുന്നേ. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടോ? ഒന്ന് ജനൽ തുറന്നിടാൻ പാടില്ല, സ്വിച്ച് ഇടാൻ പാടില്ല, ഫാൻ ഇടാൻ പാടില്ല, ഇഷ്ടത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരുമാതിരി ജയിലിൽ കിടക്കുന്ന പോലെ ശ്വാസം മുട്ടിയല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നേ. ഇതുകൊണ്ട് അമ്മച്ചിക്ക് എന്താ ഗുണമുള്ളേ? നിന്നോട് അമ്മച്ചി ദൈവത്തിന് നടക്കാത്ത കാര്യങ്ങളൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മച്ചിനോട് പൊറുക്കണം മോളെ. ആ രാധയ്ക്ക് കൊടുക്കാനുള്ള ആ വഴി ഒന്ന് കൊടുക്കണം. അവരാ ഇഷ്ടത്തിന് ആ വണ്ടി അതിനകത്ത് കയറ്റിയിട്ടിട്ട് നമുക്ക് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാനിത് സഹിച്ചുകൊണ്ട് നിൽക്കുവോ? ഇല്ലല്ലോ. ആ ഷൈനീനെ എപ്പോഴേ ഒന്ന് വിളിച്ചു വരുത്തണം. അമ്മച്ചിക്കൊന്ന് കാണണം എന്ന് പറയും മോളെ. നമ്മുടെ എബിമോന് കാനഡയ്ക്ക് പോകാനുള്ള പൈസ അമ്മച്ചി കൊടുക്കാന്ന് പറഞ്ഞേര്. ജോമോൻ എന്ത് ബിസിനസ്സാ തുടങ്ങണ്ടേന്ന് വെച്ചാൽ അമ്മച്ചിനോട് വന്ന് പറയാൻ പറ. എന്റെ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് വീതം വെച്ചങ്ങ് തന്നേക്കാം.
ഈ വയസ്സം കാലത്ത് എന്തിനാടി അമ്മച്ചി ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്നോട് പൊറക്കോടി. ഈ മരണത്തെ മുന്നിൽ കാണുമ്പോൾ ആൾക്കാർക്ക് വല്ലാത്തൊരു തിരിച്ചറിവൊക്കെ വരും. അപ്പൊ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങള് മഹാബദ്ധങ്ങളും തെറ്റുകളാന്നൊക്കെ മനസ്സിലാവും. ആ ഒരു തിരിച്ചറിവൊക്കെ മതി മുന്നോട്ട് ഇനിയുള്ള കാലം നല്ലപോലെ ജീവിക്കാനൊക്കെ ആയിട്ട്. പള്ളിയിലൊക്കെ ചെന്നൊന്ന് കുമ്പസാരിച്ച് കുർബാനയെ സ്വീകരിച്ച് ഇനി കർത്താവിന്റെ മാർഗത്തിൽ കൂടെ അമ്മച്ചി അങ്ങ് പൊക്കോളാവേ. ഈ വയസ്സാം കാലത്ത് ഇച്ചിരി സമാധാനത്തോടൊരു മരണം കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഇപ്പൊ പ്രാർത്ഥനയുള്ളൂ. പാമ്പ് കടിച്ചൊക്കെ മരിച്ചിരുന്നെങ്കിൽ ഈ നാട്ടുകാരെന്ത് പറഞ്ഞേനെ. അമ്മച്ചി ശരിക്കും ചിന്തിച്ചും പ്രാർത്ഥിച്ചൊക്കെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്താൽ മതി. എങ്ങനെയാണേലും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. അമ്മച്ചി എന്തായാലും റെസ്റ്റ് എടുത്തോ, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യുന്നത് എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണമേ. ഇനിയുള്ള കാലം സമാധാനമായിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇവിടെ ഇരുന്നോളാവേ. എന്റെ കൂടെ ഉണ്ടാവണേ.